മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല 22 വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് വെറും 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ സ്പോർട്സ് വേരിയന്റ് ആണ് 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ട്രിവാൻഡ്രം വണ്ടി ഫുൾ കമ്പനി സർവീസ് 2015 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് 89,000 കിലോമീറ്റർ ഈ വാഹനം 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും 25,000. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ ഓയിലസ് കാർസിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാ വണ്ടിയും അത്യാവശ്യം സെയിലായിട്ടുണ്ടല്ലേ, ഒരുപാട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ റോജൻ ബ്രോയുടെ വീട്ടിലോട്ട് സ്വാഗതം. താങ്ക് യു. അപ്പം എന്തെങ്കിലും വിശേഷം? വിശേഷം. അപ്പം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവിള താന്നി. ഓക്കെ. അപ്പം വണ്ടിയൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ. 2016 മോഡൽ വണ്ടികൾക്ക് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ ഫിനാൻസ് വരുന്ന ഏത് വർഷം മുതൽ? 2011 പാതിക്ക് ശേഷം ഫിനാൻസ് ചെയ്യാൻ പറ്റും. അത് 11 വണ്ടിയൊക്കെയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു വർഷം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെന്റ് വണ്ടികളും എല്ലാ ടൈപ്പും ഉണ്ടല്ലേ, പ്രീമിയം സെഗ്മെന്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ സ്പോർട്സ് വേരിയന്റ് ആണ്. 1.27 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡൻസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. സ്പോർട്സ് ആണ് വേരിയന്റ് അല്ലേ? സ്പോർട്സ് ആണ് വേരിയന്റ്. 1.2 കാപ്പ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. മോട്ടോർ കോറിന്റെ AC പോസ്റ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസ് വരുന്നത്? നമ്മള് 285 പ്രതീക്ഷിക്കുന്നത്. 285 നെഗോഷ്യബിൾ ആണ്. ഫുൾ ഓണം റിസീവ് കൊടുക്കണം. ഫുൾ ഓണം അപ്രൂവൽ. 800. ഈ വാഹനം 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് 89,000 കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി വേറെ ഒന്നും തന്നെ വരുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ്. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. ബോഡിയൊക്കെ നീറ്റ് ആണോ? സ്ക്രാച്ച് അഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആകുമാലും പുറമെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 60% ഫ്രണ്ടില് പുതിയ ടയറുണ്ട്, ബാക്കിൽ 60% ടയറുണ്ട്. അതെ. ഓക്കെ. ഇന്ത്യയിലൊക്കെ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് നല്ല പ്രീമിയം സീറ്റാണ് ചെയ്തിട്ടുള്ളത്. നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട് അല്ലേ? അല്ല, സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. തുടർ പോറിന്റെ AC പോസ്റ്റർ കൊള്ളാം. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇപ്പൊ എടുക്കുന്നവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ഡെന്റ് ഒന്നുമില്ല, സ്ക്രാച്ചസും ഇല്ല, ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? ഈ ഒരു റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഫുള്ളി കമ്പനി സർവീസ് ആണല്ലോ? ഫുള്ളി കമ്പനി സർവീസ്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ്? നമുക്ക് 245 കൊടുക്കാം. 245. ഫിനാൻസോ? ഫിനാൻസ് നമുക്കൊരു 2 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ. ഇത് 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വെഹിക്കിളാണ്. ഓക്കെ. 1,14,000 കിലോമീറ്റർ. അപ്പോൾ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാണല്ലോ? മേജർ എല്ലാം കഴിഞ്ഞായിരിക്കും. എല്ലാം കഴിഞ്ഞാൽ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നും തന്നെ ഇല്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ് തന്നെ. ഓക്കെ. വണ്ടി പക്ഷേ നീറ്റാണ്. വേറെ പ്രശ്നങ്ങളൊന്നും നല്ല ക്വാളിറ്റി വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അലോയ്സ്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, മെയിൻറ്റൈൻഡ് ആണ്. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഇത് LD ആണ്. ഈ അലോയ്സ് ബാക്കിയെല്ലാം ചെയ്ത് കമ്പനി മ്യൂസിക് സർട്ടിഫിക്കറ്റ് കമ്പനി സിസ്റ്റം തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ പവർ വിൻഡോ ഒന്നും വരുന്നില്ല. പവറിന് മാത്രമല്ല, ബാക്കിയെല്ലാം സെൻട്രൽ ലോക്ക് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. AC പോസ്റ്ററിങ് ബാക്കിയെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 335 കൊടുക്കാം. 335 നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ ആവും. ലോണിന് നമുക്കൊരു 2.5-3 ലക്ഷം അടുപ്പിച്ച് ലോണിന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡ്രൈവർ. ഈ വാഹനം 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും 25,000 കിലോമീറ്ററുടെ RXT എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഓക്കെ. RXT അല്ലേ? RXT വേരിയന്റ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യമുള്ള ഫുൾ കമ്പനി സർവീസ് നല്ല ക്വാളിറ്റി വാഹനം. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിപ്പുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റീരിയോ ഇൻബിൽറ്റ് അല്ലേ വരുന്നത്? ഇൻബിൽറ്റ് സ്റ്റീരിയോ. ഓക്കെ. AC ഫോട്ടോ പോറിന്റെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. സ്പെയർക്കി കാറിലെല്ലാം തന്നെ വരുന്ന നല്ല വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആയിരിക്കുമല്ലോ? കമ്പനി സർവീസ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 495 പ്രതീക്ഷിച്ചത്. നെഗോഷ്യബിൾ ആണ്. 495. നമുക്ക് അറൗണ്ട് 4.5 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് i20. ഈ വാഹനം 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 91,000 കിലോമീറ്റർ സ്പോർട്സ് വേരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ. സ്പോർട്സ് ഓട്ടോമാറ്റിക്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. പക്ക ക്വാളിറ്റി വണ്ടി. AC പോസ്റ്റർ, ഫോട്ടോ പവറിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മ്യൂസിക് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റോടെ AC, അലോയ്സ്, സിംഗിൾ എയർ ബാഗ് എല്ലാം വരും. നല്ല ഫീച്ചേഴ്സ് എല്ലാം സൂപ്പർ വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ പറഞ്ഞത്? അത് 12 വണ്ടി. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പെട്രോൾ വേരിയന്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2,90,000 രൂപ. 295. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 1.5 വർഷമൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. i10.
ഇത് 2009 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 91 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി, വേറെ പ്ലസ് കാര്യങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. സ്പോർട്സ് ആണല്ലേ? സ്പോർട്സ് ആണ്. സ്പോർട്സ് ഓട്ടോമാറ്റിക്. ഓക്കെ. വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? നീറ്റാണോ? പക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, മോഡൽ 4 പോസ്റ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അതെ. ഓക്കെ. അപ്പോൾ ഈ i10 ഓട്ടോമാറ്റിക് എന്തായാലും 10-16 റേഞ്ച് മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി അല്ലേ? 10-15 പ്രതീക്ഷിച്ചാൽ മതി. കാരണം മാനുവലിനും കുറച്ച് കുറവാണ് ഓട്ടോമാറ്റിക്. പക്ഷേ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുമ്പോൾ കാപ്പ് എഞ്ചിൻ കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കൊരു 190 കൊടുക്കാം. 190 കൊടുക്കാം. നെക്സ്റ്റ് സെലീരിയോ. ഈ വാഹനം 2022 വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VX വേരിയന്റ് ആണ്, പെട്രോള്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ളതാണ്. സിംഗിൾ ഓണർഷിപ്പ് 14 കിലോമീറ്റർ. VX നല്ല മലയാണ് ഈ സെലീരോ. അറൗണ്ട് 20-24 മല കിട്ടും. നല്ല മൈലേജ് കിട്ടും. 1 ലിറ്റർ അല്ലേ വരുന്നത്? 1 ലിറ്റർ. അതെങ്ങനെ സെലീരോ പ്രൈസ് വരുന്നത്? നമുക്കൊരു 490 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഫുൾ ഓൺ വെച്ച് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ടാറ്റ ടിയാഗോ. ഈ വാഹനം 2020 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന 46 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻ്റെ XZ പ്ലസ് ആണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഡ്യുവൽ ടോൺ ആണ്. അത് ഏറ്റവും ടോപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് പക്ക. ഓക്കെ. ടോപ്പ് എൻഡ് വെക്കണം അല്ലേ? ഏറ്റവും ടോപ്പ്. ഇതിന്റെ അപ്പുറം വേറെ വേരിയന്റ് ഇല്ല. ഓക്കെ. എല്ലാം വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് തന്നെ വേണ്ടി അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ടയർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ അല്ലേ? ടയർ റീപ്ലേസ് ചെയ്തു. 4 ടയർ മാറിയിട്ടുണ്ട്. 40 കിലോമീറ്റർ ആയില്ലേ? 4 ടയർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ 495 പ്രതീക്ഷിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് മാക്സിമം മാക്സിമം ഫിനാൻസ് കയറും, ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഹൈ ക്വാളിറ്റി സൈലോ അല്ലേ? എങ്ങനെ? ഇത് വണ്ടി 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ട്രിവാൻഡ്രം വണ്ടി, ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. 2013 സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. E4 വേരിയന്റ് ആണ്. 8 സീറ്റ് വണ്ടിയാണ്. എംഹോക്ക് എഞ്ചിനാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. കമ്പനി സർവീസ്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി വണ്ടി. ടയേഴ്സ് എല്ലാം പുത്തൻ ടയേഴ്സാണ്. പുത്തൻ ടയർ. ഒന്നും പറയാം, നല്ല ഹൈ ക്വാളിറ്റി. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഡെന്റില്ല, റീപ്ലേസ്മെന്റ് ഇല്ല. എല്ലാം വർക്കിംഗ് ആണ്, പക്ക. VS4 അല്ലേ? എംകോക്ക് എഞ്ചിനാണ്. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 495 റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. വണ്ടി ക്വാളിറ്റി ആയിട്ടാണല്ലേ പ്രൈസ് കൂടുതൽ? ഇതേ ഇയറിൽ വരെ നമുക്ക് വേറെ ഒരു വണ്ടിയുണ്ട്, സെയിം വേരിയന്റ്, ഓൾമോസ്റ്റ് സെയിം വേരിയന്റ് തന്നെയാണ്. അത് നമുക്കൊരു 2.25 ലക്ഷം കൊടുക്കാം. 2.25 ലക്ഷം കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ക്വാളിറ്റി അത് വ്യത്യാസമുണ്ട്. ഓക്കെ. ശരി. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 3 രൂപ നോക്കാം. നെക്സ്റ്റ് എർട്ടിഗ 2015 മോഡല്, 16 രജിസ്ട്രേഷൻ വരുന്ന എർട്ടിഗ ZXi ആണ്. ZXi സെക്കൻഡ് ഓണർഷിപ്പ്, 54,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാരണം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ് വണ്ടിയാണ്. ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. റൂഫ് ഫേസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ VXi ആണോ? ZXi ആണ്. ഏറ്റവും ടോപ്പ് ആണ്. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. എയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു ടയർ ഒരു 80% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ് അല്ലേ? ഇവരുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 6,000 രൂപയ്ക്ക് കൊടുക്കാം. 6,000 പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. പിന്നെ ഫിനാൻസ് നമുക്ക് 5,000 രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും.